അടുത്ത വീഡിയോയിൽ അടുത്ത ലെസനാണ്. കുട്ടികൾ ക്രിക്കറ്റ് കളിക്കുന്നത് ഇതാണ്. ചിത്ര ദേഖിയ ഔർ ബതായിയെ ലഡ്ക അകേല ക്യോം ബൈഠാ ഹോഗ. എന്താ കുട്ടി എങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കണേന്ന് പറയാനായിട്ട്. അടുത്ത പാരഗ്രാഫ്, അടുത്ത പേജ് നമുക്കൊന്ന് വരയ്ക്കാം. കഹാനി രണ്ടാമത്തെ കഹാനിയാണ്. തട്ടിൻ്റെ മുകളിൽ കയറി നിൽക്കണ ചിത്രത്തിൽ കാണാനുണ്ട. തട്ടിൻ്റെ മുകളിൽ കയറി നിൽക്കണം കുട്ടികൾ വിളിക്കും. അപ്പം നമുക്ക് പാരഗ്രാഫ് അടുത്ത പാരഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യുക. കഹാനിയുടെ പേര് വൈറ്റ് ക്യാപ്പാണ്. കഹാനിയുടെ പേര് വൈറ്റ് ക്യാപ്പ്. ലോകബാബു ആണ് ലേഖകൻ്റെ പേര് ലോകബാബു. അപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പം നോക്കാം. നയി വാസ്വാഹട്ടോं के कारण हर साल शहर की शक्ल बदल जाती है. ഓരോ കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നത് കാരണം പട്ടണം ഇങ്ങനെ മാറി മാറി വരികയാണെന്ന് ഉദ്ദേശം. निर्माणाधीन इमारतों में काम करने वाले मजदूरों का गांव इतनी दूर था कि वे रोज़ वहाँ लौट नहीं सकते थे. അതായത് കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്ന ജോലിക്കാർ വരെ മസ്ദൂരോं का തൊഴിലാളികൾ ഗ്രാമത്തിൽ ഇത്തനി ദൂർത്ത വളരെ ദൂരമായിരുന്നു അവരുടെ വീട്. വേ റോസ് വഹാൻ ലൗട്ട നഹി സക്ത. അവർക്ക് ദിവസവും അവിടേക്ക് പോകാനായിട്ട് കഴിയില്ലെന്ന്. ഐസെ മസ്ദൂർ നിർമ്മാണധീൻ इमारतों के आसपास ही किसी कोने में अपनी गठरियाँ रखकर चूल्हा सुलगाकर भोजन बनाते गाते और रात गुजराते रहते थे. അപ്പം എന്താണ് ഐസെ മസ്ദൂർ നിർമ്മാണാധീൻ ഇമാരത്തെ. അപ്രകാരം തൊഴിലാളികൾ, ആ കെട്ടിടം ഉണ്ടാക്കുന്ന തൊഴിലാളികൾ അടുത്തുള്ള കിസി കോനേം ഏതെങ്കിലും കോണിൽ അപ്പനി കെട്ടരിയാൻ രഹക്കർ തൻ്റെ കെട്ടുകളൊക്കെ വെച്ചിട്ട് ചുൽഹ സുൽഗാക്കർ അടുപ്പ് കത്തിച്ചിട്ട് ഭോജൻ ബനാത്തെ ഭക്ഷണം ഉണ്ടാക്കുന്നു. ഗാത്തെ അവർ രാത്ത് ഗുസരാത്തെ ഹെ. അവർ ഭക്ഷണം കഴിച്ചിട്ട് രാത്രിയിൽ അവിടെ തങ്ങുന്നു. അപ്പം അടുത്ത ഈ ക്വസ്റ്റ്യൻ നോക്കുക. യഹം ഷഹർ കെ വികാസ് അവർ മസ്ദൂരോं के जीवन के बीच की कौन सी स्थिति दिखाई देती है. ഇവിടെ പട്ടണത്തിൻ്റെ വികാസത്തിൽ തൊഴിലാളികളുടെ ജീവിതത്തിനിടയിലുള്ള കോൻസി സ്ഥിതി എന്ത് അവസ്ഥയാണ് കാണിക്കണേന്ന്. അടുത്ത പാരഗ്രാഫ് നോക്കാം. ഇൻഹി മസ്ദൂർ പഹരേദാർ മേ. ഈ തൊഴിലാളി സെക്യൂരിറ്റികളിൽ ഏക്ക് പരിവാർ കേശവ് കാത്ത. ഒരു കുടുംബം നമ്മളുടെ കേശവിൻ്റേതായിരുന്നു എന്ന്. കേശവ് 8 साल का ചോട്ടാസ. കേശവിന് 8 വയസ്സുണ്ടായിരുന്നുള്ളൂ. ചോട്ടാസ ചെറുതായിരുന്നു. നാട്ടാസ പൊക്കം കുറവായിരുന്നു. സവാലാസ കറുത്ത നിറം ആയിരുന്നു. ലടുക്കാത്ത കറുത്ത നിറത്തിലുള്ള ആൺകുട്ടിയായിരുന്നു. ഉസ്കെ മാതാപിതാ ബേമാതാർ ജില്ലയ്ക്ക് കിസി ഗാവ് സെ യഹാം പഹുഞ്ചെ. അവൻ്റെ മാതാവും പിതാവും ബേമാതാർ ജില്ലയിലെ ഇവിടെ ഗ്രാമത്തിൽ യഹാം പഹുഞ്ചെ അവിടെ നിന്നാണ് ഇവിടെ എത്തിയെന്ന്. അടുത്ത പാരഗ്രാഫ് നോക്കാം. ഫെബ്രുവരി മാഹ്ക്കെ അന്തുമേ. ഫെബ്രുവരി മാസം അവസാനത്തിൽ ജബ് ഗർമി അപ്പനെ പാവ് പസാറിനെ ലഗി. നല്ല ചൂട് അനുഭവപ്പെടാൻ തുടങ്ങി. തീസരി കക്ഷായ്ക്ക് അപ്പനി വാർഷിക് പരീക്ഷ ദേ ചുകനേക്ക് ബാദ്. 3ാം ക്ലാസ്സിലായ കേശവിൻ്റെ ആ വാർഷിക പരീക്ഷ കഴിഞ്ഞതിന് ശേഷം കേശവ് അപ്പനെ ദാദാജി സെ മാതാപിതാക്കെ പാസ് ഷഹർ ജാനേക്ക് സിദ്ധ് കർ ബൈഠ. കേശവ് തൻ്റെ അച്ചിച്ചനോട്, ദാദാജി എന്ന അച്ചിച്ചനോട് മാതാവിൻ്റെയും പിതാവിൻ്റെ അടുത്തേക്ക് പോകണമെന്ന് ശാഠ്യം പിടിച്ചു. സിദ്ധ് കർഡായിട്ടാന്ന് വെച്ചാൽ ശാഠ്യം പിടിച്ചു. ബൂട്ടാപ്പേ മേം ബച്ച സൂച്ച ദിമാങ്ക് ജബ് പോത്തേത്തെ കുതർന ശുരു കിയാത്തോ ഹതാശ്. ഈ വയസ്സായ കാലത്ത് അദ്ദേഹത്തിന് ഇവൻ വാശി പിടിക്കുന്ന കാരണം എൻ്റെ അവസ്ഥ. ഉസ്കെ ദാദാജിനെ ഉസെ ബസ് മേ ബിട്ടാക്കർ യഹാം ഉസ്കെ മാതാപിതാക്കെ പാസ് ലാഗയ. അവന് ബസ്സിലിരുത്തിയിട്ട് മാതാപിതാവിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയിന്ന്. അടുത്ത പാരഗ്രാഫ് നോക്കാം.
यहाँ आकर केशव दिन भर के लिए परिवार के अस्थायी डेर में अकेले पड़े रहने को मजबूर था. ഇവിടെ വന്നിട്ട് കേശവ് ദിവസം മുഴുവനും കുടുംബത്തോടൊപ്പം ആ ഡെയർമേ ആ കെട്ടിടത്തിൽ ഒറ്റയ്ക്ക് മജ്ബൂർ ഇരിക്കുകയായിരുന്നു. ആഖിർ കുച്ച് ദിനോ ആകുലത്തെ പടേ രഖ്നേക്ക് ബാദ് കുറച്ച് ദിവസത്തിന് ശേഷം അദ്ദേഹം കേശവ് ഉസ് ഡെയർ സെ ബാഹർ നികല ആ കെട്ടിടത്തിൽ നിന്നും പുറത്തു പോന്നു. ആസ്പാസ് കി ദൂസരി കോളനിയും കെ ഉസ്നെ ചക്കർ ലഗായ. അടുത്തുള്ള ആ കോളനിയിൽ അദ്ദേഹം കറങ്ങാൻ തുടങ്ങിയെന്ന്. फिर एक कॉलोनी के पास लड़कों को क्रिकेट खेलता देखकर ठहर गया. പിന്നീട് കോളനിയുടെ അടുത്ത് തന്നെ കുട്ടികൾ ക്രിക്കറ്റ് കളിക്കുന്നത് കണ്ടിട്ട് അവിടെ നിന്നു. വഹദൂർ ഏക്ക് നിയമക്കെ പേടിക്ക് നീച്ചെ ഛായാമേ ബൈഠ് ഗയ. അവൻ ദൂരെയുള്ള ഒരു ആര്യവേപ്പ് മരത്തിൻ്റെ താഴെ ഇരുന്നു. ബാക്കി ലടുക്ക് നിശ്ചിന്ത് ഹോക്കർ ക്രിക്കറ്റ് കളിത്തത്. ബാക്കി ലടുക്കുകൾ നിശ്ചന്തനായിട്ട് ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഹായ് കൂട്ടുകാരെ, ഇത്രയും വരെ എടുത്തിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്. അടുത്ത പാരഗ്രാഫ് അടുത്ത വീഡിയോയിൽ കാണാം.